ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ മേമന്റെ വീട്ടിലേക്കാണ് കേട്ടോ. വരുമ്പോ ബ്രഷ് എടുക്കാൻ മറന്നുകൊണ്ട് ഇന്ന് മാവിന്റെ കൊമ്പാണ് ബ്രഷ്. പല്ലൊക്കെ തേച്ച് വന്നത് മേമ കട്ടൻ ചായ ഇട്ട് പിന്നെ അത് കുടിച്ചോണ്ട് ചുറ്റുപുറമൊക്കെ ഒന്ന് നടന്നു കാണുകയാണ് ഞാൻ. അപ്പോഴാണ് ജിത്തു ഇതാ മീനിന് തീറ്റ കൊടുക്കുന്നത് കാണുന്നത്. അവൻ തീറ്റ കാണിച്ചത് മീന് ചാടി വന്ന് കൊത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ അവൻ ലവ് ബേർഡ്സിന് തീറ്റ കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് വീടിന് മുറ്റത്തെത്തിയപ്പോ നല്ല കറുപ്പ് കളർ മുള. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, വേറെ എവിടെയും ഞാൻ ഇത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു പൂവ് ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ചിറാപ്പുഞ്ചിന്ന് പാപ്പം കൊണ്ടുവന്നാണെന്നാണ് മേമ പറഞ്ഞത്. ആദ്യം അപ്പോഴേക്ക് നറൂട്ടോ വേഷത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവന്റെ കൂടെ കുറച്ചു നേരം കളിച്ചു. പിന്നെ അങ്ങനെ അടുക്കളയ്ക്ക് പോയി. ഇന്നെന്താ സ്പെഷ്യൽ എന്ന് അറിയാം. മേമയും അമ്മയും കൂടി ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ ഒരു 10-15 മണിയായി എണിക്കുമ്പോൾ അപ്പൊ 3 വിശക്കുണ്ട്. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ എടുത്ത് പറയാലോ, ഓമക്കായും ചിക്കൻ കറി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ച് വന്നത് അമ്മ ചിക്കനൊക്കെ കഴുകി വയ്ക്കുകയാണ് ബിരിയാണിക്ക്. അമ്മമ്മമാര് രണ്ടുപേരും കൂടിയിട്ട് ചെമ്മീൻ നേരാക്കാണ്. ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്. നല്ല ചെമ്മീൻ റോസ്റ്റ് ഒക്കെ കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണം. അവരവിടെ പണിയെടുക്കുക, ഞാൻ പറമ്പിൽ ചാമ്പയ്ക്ക് പൊട്ടിച്ചു. അങ്ങനെ കുറെ നേരം പറമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും അമ്മ ബിരിയാണിന്റെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റാക്കി. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട്. ഇത് അമ്മേന്റെ ശൈലിയിലുള്ള റാവുത്തർ ബിരിയാണിയാണ് കേട്ടോ. സമയം കുറെ, ഇനി കുറച്ച് ബിരിയാണി കഴിക്കട്ടെ. ശരി എന്നാ.